ഇവരുടെ മകനടക്കം വന്നു കഴിഞ്ഞ് ഈ ബോഡി ഇവിടെ ഇടരുതെന്ന് പറഞ്ഞു കഴിഞ്ഞു. എടുക്കട്ടെ. 24 മണിക്കൂർ പ്രൊസീജിയർ നീങ്ങുമല്ല, 24 മണിക്കൂർ കോമ്പൻസേഷൻ കൊടുക്കണം. പിന്നെ ബാക്കി പ്രൊസീജിയർ ജോലി കൊടുക്കുന്നു, ബാക്കി എമൗണ്ടിന്റെ കാര്യം 10 ലക്ഷം രൂപയാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. ബാക്കി അല്ല, അത് നമുക്ക് 10 ലക്ഷം രൂപ 24 മണിക്കൂർ. അതോടൊപ്പം തന്നെ ബാക്കി പ്രൊസീജിയർ ജോലി കൊടുക്കുന്ന കാര്യവും ഈ വനംവകുപ്പിന്റെ കാര്യം പിന്നെ അവരോട് സംസാരിച്ചാൽ മതി. കാരണം പെൻസിന്റെ പണി കൊടുക്കണം. ഇത് രണ്ടും നമുക്ക് ഇവിടെ നിന്ന് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞതുപോലെ 24 മണിക്കൂറിൽ തന്നെ കോമ്പൻസേഷൻ കൊടുക്കാം. ബാക്കി എക്സ്ട്രാ ഇപ്പൊ 10 ലക്ഷം പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ളത് എത്രയാണെന്ന് വെച്ചാൽ എമൗണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്ത് ഇന്ന് തന്നെ ഇതിന്റെ ഫയൽ അയച്ചിരിക്കും. 1. 2, ജോലിയുടെ കാര്യത്തിൽ മോന്റെ കാര്യത്തിൽ ഇവിടുത്തെ തഹസിൽദാർ വന്നാൽ ഇവിടുത്തെ എന്താ സാഹചര്യം എടുക്കട്ടെ, എടുത്തിട്ട് റെക്കമെൻഡേഷൻ കൃത്യമായിട്ട് അയക്കാം. നമുക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് യാതൊരു വിധത്തിലുള്ള ഒരു അനീതി ഉണ്ടാകും. പിന്നെ മൂന്നാമത്തെ കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും പരാതി പറഞ്ഞത് ഫോറസ്റ്റിനെ പറ്റിയാണ്. ഇവിടെ ഫെൻസിംഗ് ഇല്ല എന്ന് പറയുന്നു. വിത്തിൻ ഈ DFO വരട്ടെ, ഉടനെ തന്നെ DFOയുമായിട്ട് ചേർന്നിട്ട് ഇവിടുത്തെ MLA MP-യും അതേപോലെ ഇവിടെ നിങ്ങളുടെ പ്രതിനിധികൾ ആരാണോ 1-2 ആൾക്കാരെയും ചേർത്ത് നമുക്ക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവിടെ ഫെൻസിംഗ് നീക്കാനുള്ള നടപടിയാക്കാം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇന്ന് ദിവസം നടപടിയായില്ലെങ്കിൽ ഞങ്ങൾ കളക്ടറേറ്റിൽ കാണും. മണിക്കൂറിനെല്ലാം നടന്നെങ്കിൽ ഞങ്ങൾ ബോഡി അടുക്കും. ആ 24 മണിക്കൂറിനുള്ളിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ബോഡി അടക്കുകയില്ല. അതാണ് ബോഡിയായിട്ട് ഞങ്ങൾ കളക്ടറേറ്റ് വരും.